ഓം ശാന്തി 29/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഇത് നിങ്ങളുടെ വളരെ അമൂല്യ ജന്മമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിന്, പാവനമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മുഴുവൻ കൽപ്പത്തിലും നമ്മൾ ഓരോ ജന്മം എടുക്കുമ്പോഴും നമ്മൾക്കൊരു ശരീരധാരിയായ മാതാവും പിതാവുമാണ് ഉള്ളത്. എന്നാൽ ഈ അവസാനത്തെ ദിവ്യജന്മത്തിൽ നിരാകാരനായ പരമപിത പരമാത്മാവ് ബ്രഹ്മബാബയിലൂടെ നമ്മളെ ദത്തെടുക്കുന്നു. ഈ ജന്മത്തിൽ നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവും സ്വയം ഭഗവാൻ തന്നെയാണ്. പരമപിത പരമാത്മാവ് തന്നെയാണ്. ഭാഗ്യവിധാതാവായ ഭഗവാൻ നമ്മൾ കുട്ടികളുടെ ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള പേന നമ്മളുടെ കയ്യിൽ തന്നെ തരുന്ന സമയമാണ്. അതിനാൽ ഇപ്പോഴത്തെ ഈ സമയവും ഈ ജന്മവും ഏറ്റവും മൂല്യമേറിയതാണ്. ഈ ജന്മത്തിൽ മാത്രമാണ് സാധാരണ മനുഷ്യനിൽ നിന്ന് നമുക്ക് ദേവീ ദേവതയായി തീരാൻ സാധിക്കുന്നത്. ബാബ പറയുകയാണ്, ഇങ്ങനെ മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിന് പവിത്രമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ചോദ്യം: ഈശ്വരീയ സന്താനം എന്ന് പറയുന്ന കുട്ടികളുടെ മുഖ്യ ധാരണ എന്തായിരിക്കും? ഉത്തരം: അവർ പരസ്പരം വളരെ വളരെ ക്ഷീരഖണ്ഡം, അതായത് പാൽക്കടൽ പോലെ ആയിരിക്കും. ഒരിക്കലും ഉപ്പുവെള്ളം പോലെ ആകില്ല. ആര് ദേഹാഭിമാനി മനുഷ്യരാണോ അവർ തലതിരിഞ്ഞ് സംസാരിക്കുന്നു, വഴക്കടിക്കുന്നു. നിങ്ങൾ കുട്ടികളിൽ ഈ ശീലമുണ്ടാകുക സാധ്യമല്ല. ഇവിടെ നിങ്ങൾ ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം, കർമാതീത അവസ്ഥ പ്രാപ്തമാക്കണം. നാം ബാബയുടെ കുട്ടികളാണ് എന്നതിനുള്ള ഏറ്റവും വലിയ അടയാളം എന്താണ്? നാം ഈശ്വരീയ സന്താനമാണെങ്കിൽ, അതായത് ഈശ്വരൻ്റെ കുട്ടിയാണ് എങ്കിൽ എല്ലാവരുമായി യോജിച്ചു പോകും. ഒരിക്കലും ഉപ്പുവെള്ളം പോലെ ആകില്ല. അതായത് പരസ്പരം ഉരസലിൽ വരുന്നില്ല. വളരെ സ്നേഹത്തോടെ പാൽക്കടൽ പോലെയായിരിക്കും എല്ലാവരുമായിട്ടുള്ള ബന്ധം. ആരാണോ ശരീരബോധത്തിലുള്ളത് അവർ തലതിരിഞ്ഞ വർത്തമാനം പറയും. അവർ വഴക്കടിക്കുകയും ചെയ്യും. അവർ അന്തരീക്ഷം മോശമാക്കുന്നു. അതുപോലെ ബാബയുടെ പേരും ചീത്തയാക്കുന്നു. ബാബയുടെ കുട്ടികളെല്ലാവരും ആത്മാഭിമാനി ആകുന്നതിനുള്ള പരിശീലനം ചെയ്യുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവരൊരിക്കലും പരസ്പരം വഴക്കടിക്കില്ല. ഒരു വഴക്കിലേക്കോ അല്ലെങ്കിൽ ഒരു വിഭിന്നതയിലേക്കോ വരുന്നില്ല. തീർച്ചയായും ബാബയുടെ കുട്ടികൾ പല തലങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള കുട്ടികളാണ്. പക്ഷെ ആരാണോ ആത്മാഭിമാനിയാകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നത് അവർ ബാബയുടെ കുടക്കീഴിൽ വരുന്നത് കാരണം എല്ലാവരുമായി യോജിച്ചു പോകുന്നു. എന്നാൽ ആരാണോ ഈ പ്രാക്ടീസ് ചെയ്യാത്തത് അവർക്ക് പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അവർക്ക് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാകുന്നു. ആരാണോ ആത്മാഭിമാനി ആകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നത് അവർ തീർച്ചയായും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യും. ഏറ്റവും അവസാനത്തെ സ്ഥിതിയായ കർമാതീത അവസ്ഥയിൽ എത്തണം എന്ന ലക്ഷ്യവും ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും അവരിൽ നിന്ന് ഉണ്ടാകില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണം, നമ്മൾ ബാബയുടെ ഓർമ്മയിൽ എത്ര സമയം ഇരിക്കുന്നു, ദൈവിക ഗുണങ്ങൾ എവിടം വരെ ധാരണ ചെയ്തു. നമ്മളിൽ ഒരു അവഗുണവും ഇല്ലല്ലോ. നമ്മുടെ ആഹാരപാനീയം, ചലനം, പെരുമാറ്റം റോയലാണോ? അനാവശ്യമായതൊന്നും ചെയ്യുന്നില്ലല്ലോ. കള്ളമൊന്നും പറയുന്നില്ലല്ലോ. 2. ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കുന്നതിനായി അഭ്യസിക്കണം,
നമ്മളെല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. ദേഹാഭിമാനത്തിൽ നിന്ന് ദൂരെയായിരിക്കണം. തൻ്റെ ഏകരസ സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. ഇതിനായി ടൈം കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ ചാർട്ട് നോക്കണം. എന്നും തൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണം. മുഴുവൻ ദിവസത്തിലും ബാബയെ സ്നേഹത്തോടെ എത്ര നേരം നാം ഓർമ്മിച്ചു, എവിടം വരെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തു, എന്തെങ്കിലും തെറ്റായ കർമ്മം സംഭവിച്ചുവോ, അതായത് അവഗുണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ, നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണ്, ഭക്ഷണ രീതി എങ്ങനെയാണ്, ചലനം എങ്ങനെയാണ്, ഇതെല്ലാം റോയലാണോ, അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നില്ലല്ലോ, കള്ളമൊന്നും പറയുന്നില്ലല്ലോ, ഇതെല്ലാം ദിവസവും ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ നാം നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആത്മാവാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ശരീരബോധത്തിൽ നിന്ന് അകന്നിരിക്കണം. അതുപോലെ തൻ്റെ അവസ്ഥ ഏകരസമാക്കി വയ്ക്കണം. എന്ത് വിപത്ത് വന്നാലും പരിതസ്ഥിതി വന്നാലും നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി സ്ഥിരമായിരിക്കണം. ഇതിനായി പ്രത്യേക സമയം കൊടുക്കണം, ശ്രദ്ധിക്കണം. വരദാനം: 5 തത്വങ്ങളെയും 5 വികാരങ്ങളെയും തൻ്റെ സേവാധാരിയാക്കുന്ന മായാജീതരും സ്വരാജ്യ അധികാരിയുമായി ഭവിക്കട്ടെ. ഏതുപോലെ സത്യുഗത്തിൽ വിശ്വമഹാരാജ വിശ്വമഹാറാണിയുടെ രാജകീയ ഡ്രസ്സ് പിന്നാലെന്ന് ദാസദാസിമാർ പിടിച്ചു വരുന്നു, ഇതുപോലെ സംഗമയുഗത്തിൽ താങ്കൾ കുട്ടികൾ എപ്പോഴാണോ മായാജീത് സ്വരാജ്യ അധികാരിയായി ടൈറ്റിൽസ് ആകുന്ന ഡ്രസ്സ് കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ ഈ 5 തത്വങ്ങളും 5 വികാരവും താങ്കളുടെ ഡ്രസ്സ് പിന്നാലെ നിന്ന് പിടിച്ചുകൊണ്ടുവരും, അതായത് അധീനമായി നടക്കും. ഇതിനായി ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് കൊണ്ട് ടൈറ്റിൽസിൻ്റെ ഡ്രസ്സ് ടൈറ്റാക്കൂ. വിഭിന്ന ഡ്രസ്സിൻ്റെയും അലങ്കാരത്തിൻ്റെയും സെറ്റ് കൊണ്ട് അലങ്കരിക്കപ്പെട്ട് ബാബയോടൊപ്പം ഇരിക്കൂ. എങ്കിൽ ഈ വികാരവും തത്വവും പരിവർത്തനമായി സഹയോഗി സേവാധാരി ആയിത്തീരും. എപ്പോഴാണോ നമ്മൾ മായയെ ജയിച്ച് സ്വരാജ്യ അധികാരി ആകുന്നത്, അപ്പോൾ 5 തത്വങ്ങളും 5 വികാരങ്ങളും അധീനമായി തീരും. മായാജീത്ത് എന്നുദ്ദേശിക്കുന്നത് മനസ്സിനെ ജയിച്ചവരെയാണ്. മനസ്സാണ് ഏറ്റവും ചഞ്ചലമായ ഇന്ദ്രിയം. ആരാണോ മനസ്സിനെ ജയിച്ചത് അവർ ലോകത്തെയും ജയിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തെ ജയിക്കുക അർത്ഥം 5 തത്വങ്ങളെയും 5 വികാരങ്ങളെയും ജയിച്ചു എന്നർത്ഥം. എപ്പോൾ നാം ദൃഢതയിലൂടെ നമ്മുടെ മനസ്സിനെ ജയിച്ച് കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയായി സ്വരാജ്യ അധികാരി ആകുന്നത്, അപ്പോൾ ഈ വികാരങ്ങളും തത്വവും പരിവർത്തനപ്പെട്ട് സഹയോഗിയും സേവാധാരിയും ആയിത്തീരും. സ്ലോഗൻ: ഏത് ഗുണങ്ങളെയും ശക്തികളെയുമാണോ വർണ്ണിക്കുന്നത്, അതിൻ്റെ അനുഭവങ്ങളിൽ മുഴുകിയിരിക്കൂ. അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ അതോറിറ്റി. നാം ഗുണങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും പലവട്ടം കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുമുണ്ട്. എന്നാൽ ബാബ പറയുന്നു, അതിൻ്റെ അനുഭവങ്ങളിൽ ലയിച്ചിരിക്കണം, മുങ്ങിപ്പോകണം. ഇതിലൂടെ അനുഭവത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ അതോറിറ്റി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ അധികാരം. ഓം ശാന്തി.